പരമ്പരാഗത തൊഴിലാളികളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു എന്ന നിലയിലാണ് സർക്കാരുകൾ പെരുമാറുന്നതെന്ന് INTUC സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ. എന്നാൽ മാന്യമായ വേതനം ഇന്നും തൊഴിലാളികൾക്ക് കിട്ടുന്നില്ല. നാളെ കോൺഗ്രസ് അധികാരത്തിൽ വന്നാലും ഈ പ്രശ്നങ്ങൾ കാണാതെ പോകരുതെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൂരിൽ ടെക്സ്റ്റൈൽസ് വർക്കേഴ്സ് ഫെഡറേഷൻ സംഘടിപ്പിച്ച കെ സുരേന്ദ്രൻ അനുസ്മരണ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. പരമ്പരാഗത തൊഴിൽ മേഖലയിലുള്ളവരുടെ ഉന്നമനത്തിനു വേണ്ടി സർക്കാർ തലത്തിൽ ഇടപെടലുകൾ ഉണ്ടാകുന്നില്ലെന്ന് INTUC സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ പറഞ്ഞു. രാജ്യത്തിന്റെ ആദ്യത്തെ ബജറ്റ് 5 കോടിയിൽ നിന്നാണ് തുടങ്ങിയത്. ആ ബജറ്റ് ഇന്ന് 49.5 ലക്ഷം കോടിയായി വളർന്നു. അതിൽ ഒരു വിഹിതം മാത്രമാണ് അടിസ്ഥാന തൊഴിലാളി വർഗ്ഗങ്ങൾക്ക് വേണ്ടത്. എന്നാൽ അത് നീക്കിവെക്കാൻ പോലും ഭരണാധികാരികൾ തയ്യാറാകുന്നില്ലെന്നും ചന്ദ്രശേഖരൻ കുറ്റപ്പെടുത്തി. തൊഴിലാളികളുടെ എല്ലാ പ്രശ്നവും പരിഹരിച്ചു എന്ന നിലയിലാണ് ഭരണാധികാരികൾ പെരുമാറുന്നത്. കോൺഗ്രസ് നാളെ അധികാരത്തിൽ വന്നാലും ഇതിന് പരിഹാരം ഉണ്ടാക്കണമെന്നും ആർ ചന്ദ്രശേഖരൻ പറഞ്ഞു. മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തൊഴിലാളി സംഘടനകൾക്കൊപ്പം നിൽക്കേണ്ട സമയമാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യ ഗവൺമെന്റ് ആദ്യത്തെ ബഡ്ജറ്റ് 5 കോടി രൂപയാണ്. ഇപ്പൊ നമ്മുടെ ഈ രാജ്യത്തിന്റെ ബഡ്ജറ്റ് എന്താണെന്നറിയോ? ആർക്കെങ്കിലും ഒരാളെന്നറിയോ? ഈ രാജ്യത്ത് ഓരോ വർഷവും അവതരിപ്പിക്കുന്ന ബഡ്ജറ്റ് 49.5 ലക്ഷമാണ്. ഈ കഴിഞ്ഞ വർഷത്തിൽ 49.5 ലക്ഷം കോടി രൂപ. 5 കോടിയിൽ നിന്ന് 49.5 ലക്ഷം കോടിയിലേക്ക് രാജ്യത്തിന്റെ വളർച്ച വന്നിട്ടുണ്ടെങ്കിൽ ആ വളർച്ചയുടെ ഒരു ചെറിയ പങ്ക് നമ്മുടെ രാജ്യത്തെ അടിസ്ഥാന തൊഴിലാളി വർഗത്തിന് സപ്പോർട്ട് വേതനം കൊടുക്കുന്ന ഒരു പദ്ധതിയായി മാറും. അല്ലാതെ ഈ രാജ്യത്ത് ആര് ഭരിച്ചാലും ഇത് പ്രയോജനപ്പെടും. BJP ആയാലും ഇടതുപക്ഷമായാലും അടിസ്ഥാന തൊഴിലാളി വർഗത്തിനെ മറന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് പി രാജീവനെ പോലെ ഒരു വ്യവസായ മന്ത്രി സ്വപ്നം കാണുന്നത് പോലെ എല്ലാ പ്രശ്നങ്ങളും നിലമ്പൂര് പോലെ നമ്മൾ ഇടയ്ക്കിവിടും. നമ്മുടെ രാജ്യയുടെ ചവിട്ടത്ത് ഉജ്ജ്വലമായ വിജയം നേടും. അപ്പം നമ്മളെല്ലാവരും പറയും ഇതാണ് രാജ്യം മാറിക്കഴിഞ്ഞു. നമ്മുടെ നാളെ വന്നാലും ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവണ്ടേ? വേണ്ടേ? അടിസ്ഥാനപരമായി ജോലി ചെയ്യുന്നവന് മാന്യമായി ജീവിക്കാവുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകണം. അങ്ങനെ ഒരു അന്തരീക്ഷം സംജാതമാകാൻ തീർച്ചയായിട്ടും നമ്മുടെ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളോടൊപ്പം നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കൂടെ നിന്നേ പറ്റൂ. 2030 എല്ലാവർക്കും ഡീസന്റ് ജോബ് എന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ പ്രഖ്യാപനം. മിനിമം പ്രതിദിനം 1000 രൂപയെങ്കിലും തൊഴിലാളികൾക്ക് ഉറപ്പാക്കുന്നതാകണം ഡീസന്റ് ജോബ്. ആ തീരുമാനത്തിന് ഒപ്പം നിന്ന മോദി സർക്കാർ അതിനനുസൃതമായ നയം ഉണ്ടാക്കണമെന്നും ചന്ദ്രശേഖരൻ ആവശ്യപ്പെട്ടു. പ്രതിപക്ഷത്ത് ഇരിക്കുമ്പോൾ മാത്രമാണ് CPMന് തൊഴിലാളി പ്രേമം വരിക. അടുത്ത തവണ UDF വന്നാൽ ഈ പ്രശ്നങ്ങളെല്ലാം ഉയർത്തി അവർ ഈ സർക്കാരിനെ തകർക്കാൻ ശ്രമിക്കുമെന്നും ചന്ദ്രശേഖരൻ പറഞ്ഞു. കെ സുരേന്ദ്രന്റെ 5ാം ചരമവാർഷിക ദിനത്തിന്റെ ഭാഗമായി കേരള സ്റ്റേറ്റ് ടെക്സ്റ്റൈൽ വർക്കേഴ്സ് ഫെഡറേഷൻ INTUC കണ്ണൂരിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു ആർ ചന്ദ്രശേഖരൻ. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കെ സുരേന്ദ്രൻ സ്മാരക പുരസ്കാരം ജോയ്സി ജോസിന് ആർ ചന്ദ്രശേഖരൻ നൽകി. ടെക്സ്റ്റൈൽ വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് VV ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മുൻ മേയർ അഡ്വക്കേറ്റ് TO മോഹനൻ, INTUC സംസ്ഥാന ജനറൽ സെക്രട്ടറി മനോജ് എഡാണി, T ജയകൃഷ്ണൻ, VV പുരുഷോത്തമൻ, മുഹമ്മദ് ബ്ലാത്തൂർ, ജിൻസ് മാത്യു, AN രാജേഷ്, KV പവിത്രൻ, ജയ്ഷ ബിജു, ലിസമ്മ വർഗീസ്, C ജിമേഷ്, K ഉദയകുമാർ, ജോണി ജോസ്, K മണീശൻ, V വത്സരാജ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.